പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. ഹല്ലേലൂയ, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകരെയും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട സേവർക്കൻ വട്ടാലച്ചൻ്റെയും സോജി അച്ഛൻ്റെയും ബിനോയ് അച്ഛൻ്റെയും കൂട്ടായ്മയിലും ഒപ്പം ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയുടെ തുടക്കം മുതൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്ത ബെനിറ്റാമ്മയുടെ സാന്നിധ്യം ഇന്ന് ഈ ശുശ്രൂഷയിലുണ്ട്. പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി ബെനിറ്റാമ്മ പ്രാർത്ഥിക്കുന്നു. നമുക്കും ആ ബെനിറ്റാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനേകർക്ക് അമ്മയുടെ പ്രാർത്ഥനകളും കൗൺസിലിങ്ങും എല്ലാം ആശ്വാസമായി മാറുകയാണ്. ഈശോ ധാരാളം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ആദ്യം തന്നെ ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയും അതുപോലെ സജീവ ധ്യാനകത്തിൽ നടക്കുന്ന ഏകദിന ശുശ്രൂഷയും PDM സെൻറ്ററിൽ, കുറവങ്ങാട്ടുള്ള സെൻറ്ററിൽ നടക്കുന്ന ശുശ്രൂഷയിലും പങ്കുചേരുമ്പോൾ ദൈവജനത്തിന് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇതേ വിധത്തിലുള്ള ഒരു പ്രാർത്ഥനയിൽ പങ്കുചേർന്നപ്പോൾ ഒരു വ്യക്തിക്ക് കർത്താവ് കൊടുത്ത വലിയൊരു അനുഗ്രഹം നമുക്കൊന്ന് കേൾക്കാം. ആ അനുഗ്രഹ സാക്ഷ്യം നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷം നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ച് വചന ശുശ്രൂഷയിൽ പ്രവേശിക്കാം. എൻ്റെ പേര് ജോണി. ഞാൻ വരുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത ചെത്തിക്കോട് ഇടവകയിൽ നിന്നാണ്. സ്ഥിരമായി വളരെ വർഷങ്ങളായി സ്ഥിരമായിട്ട് ഞാനിവിടെ ആദ്യ വെള്ളിയാഴ്ച കൺവെൻഷൻ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് 10 വർഷത്തോളം മേലായി ഞാൻ എൻ്റെ വീട് സ്ഥലം വിൽക്കാനിട്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായാലും അതിന് ടോക്കൺ നടന്നു കഴിഞ്ഞാൽ പിന്നെ കച്ചവടം നടക്കില്ല, ക്യാൻസലായി പോകും. അങ്ങനെ വന്ന് എനിക്ക് ലോണും ഉണ്ടായിരുന്നു. അപ്പോൾ ലോണും കുറേയൊക്കെ മുടങ്ങിയൊക്കെ ആകെ പ്രശ്നമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു ദിവസം കഴിഞ്ഞ ജനുവരിയിൽ സാംസണച്ചനെ കണ്ട് സാംസണച്ചൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഇതുപോലെയാണ്, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി, എനിക്ക് ഇത് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, ആ ഒരു അവസ്ഥയിലാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ കാര്യങ്ങളെല്ലാം കിട്ടി. അച്ഛൻ പറഞ്ഞ് പൊയ്ക്കോ, ഈ പ്രാവശ്യം കച്ചവടം നടക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ പോയി പിറ്റേ ആഴ്ചയിൽ ആൾ വന്ന് ടോക്കൺ തന്ന് അതിൻ്റെ പിറ്റേ ആഴ്ചയിൽ വന്നിട്ട് അവർ അഡ്വാൻസ് ചെയ്ത് കച്ചവടം നടന്നു. ഇതെല്ലാം ലോണെല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലാകെ പിന്നെ ഉള്ളത് 18 ലക്ഷം രൂപയാണ്. അപ്പോൾ എനിക്കൊരു വീട് വാങ്ങിക്കണം. അപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കാണുന്ന വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡ് സൈഡിൽ, ബസ് റൂട്ടിൽ മെയിൻ റോഡ് സൈഡിൽ ഒരു വർക്ക്ഷോപ്പ് ഇടാവുന്ന രീതിയിലുള്ള സ്ഥലവും വീടും കൂടിയാണ് സ്വപ്നത്തിൽ കാണുന്നത്. എനിക്കത് തന്നെ വേണമെന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ ഫെബ്രുവരിയിൽ ഇവിടെ വന്നപ്പോൾ ഞാൻ സാംസണച്ചനെ കണ്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സാംസണച്ചൻ പറഞ്ഞേ, കർത്താവ് തന്നോളും പൊയ്ക്കോ, വീടുണ്ടെന്ന് പറഞ്ഞ്. വീടുണ്ട്, കർത്താവ് തന്നോളും പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പോയി. അപ്പം ഞാൻ അതിന് മുമ്പ് ഡിസംബറിൽ ഇവിടെ ധ്യാനം കൂടുമ്പോഴത്തേക്കും ഒരു സാക്ഷ്യം കേട്ടായിരുന്നു. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ച് ഇങ്ങനെ അനുഗ്രഹം ലഭിച്ചത്. ഞാൻ ഫെബ്രുവരി മാസത്തിൽ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് കുരിശിൻ്റെ വഴി ചൊല്ലാൻ തുടങ്ങി. കുരിശിൻ്റെ വഴി ചൊല്ലാൻ തുടങ്ങി 9 ദിവസം തികയുന്നതിന് മുമ്പ് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വീട് ബസ് റൂട്ടിൽ 7.5 സെൻറ്റ് സ്ഥലവും വീടും കൂടി എനിക്ക് കിട്ടി. വളരെ കുറഞ്ഞ വിലക്ക് എനിക്ക് കിട്ടി. ദൈവം എനിക്കത് തന്ന് എന്നെ അനുഗ്രഹിച്ച്. ഹല്ലേലൂയ. കൂടാതെ മറ്റൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മകളുടെ വിവാഹമാണ്. മകളുടെ വിവാഹം പെട്ടെന്നൊരു ആലോചന വന്നാൽ ഞങ്ങൾ നടത്താൻ തീരുമാനിക്കുകയും ചെയ്ത്. അപ്പോൾ 1 വർഷത്തെ സമയം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 വർഷത്തിനുള്ളിൽ നടത്തിയാൽ മതിയെന്ന്. അപ്പോൾ അതൊക്കെ ആലോചിച്ച് എല്ലാം റെഡിയായി എല്ലാം വന്നു കഴിഞ്ഞ് വളയിടലെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഇനി നീട്ടി വെക്കാൻ പറ്റില്ല, നമുക്ക് 2 മാസത്തിനുള്ളിൽ വിവാഹം നടത്തണമെന്ന് പറഞ്ഞു.
അപ്പോൾ ഇതിൽ വിവാഹത്തിനുള്ളൊരു തയ്യാറെടുപ്പും എൻ്റെ കയ്യിലില്ല. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി ചോദിച്ചു അതിപ്പോൾ എങ്ങനെ നടത്തുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവ് നടത്തിക്കോളും, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് പിറ്റേ മാസം ഞങ്ങളിവിടെ വന്നത് റൂഹാമൗണ്ടിൽ പോയി ഞാൻ ഒരു നിയോഗം എഴുതിയത്. നിയോഗമല്ല, ഞാനത് എഴുതിയിട്ടത് കർത്താവിനൊരു കത്താണ് എഴുതിയിട്ടത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചത്, കർത്താവ് നമ്മുടെ മകളുടെ വിവാഹമാണ്, അപ്പോൾ അത് നടത്താനായിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല, നീ നടത്തണം. പക്ഷേ അത് ഞാൻ വിചാരിച്ചതിനേക്കാളും ഞങ്ങളൊക്കെ ആഗ്രഹിച്ചതിനേക്കാളും വിചാരിച്ചതിനേക്കാളും ഏറ്റവും ഭംഗിയായിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ വിവാഹം നടത്തി തന്ന കർത്താവ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. മോളുടെ വിവാഹത്തിൻ്റെ അത് വലിയ പ്രയാസമായിരുന്നു, കയ്യിലൊന്നുമില്ലാത്ത അവസ്ഥ. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, നിയോഗം എഴുതിയിട്ടു, കർത്താവ് അത് ഒരിക്കലും നടക്കാത്ത രീതി ഏറ്റവും ഭംഗിയായിട്ട് നടക്കാൻ അനുവദിച്ചു. ഹല്ലേലൂയ. എനിക്ക് നൽകിയ അനുഗ്രഹത്തിന് ഈശോയ്ക്ക് 1000 നന്ദി. ജീവിക്കുന്ന ദൈവമേ എന്നും സ്തുതി നിനക്ക്, രക്ഷിക്കുന്ന ദൈവമേ എന്നുമെന്നും സ്തുതി നിനക്ക്, എന്നുമെന്നും സ്തുതി നിനക്ക്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കണം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ കുറച്ച് സമയം ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരും. ആത്മാവിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് നിറഞ്ഞാൽ പിന്നെ നമ്മൾക്ക് വലിയ ആനന്ദം, സങ്കടങ്ങളൊക്കെ മാറി കർത്താവിൻ്റെ വലിയ സ്നേഹത്തെ നമ്മൾ നിറയും. നമുക്ക് പ്രാർത്ഥിക്കാം. കൊച്ചു കുട്ടികളും മുതിർന്നവരും എല്ലാം ഒരുമിച്ച് ഒരേ കൂട്ടായ്മയിൽ വേണം പ്രാർത്ഥനയിൽ പങ്കുചേരാൻ. യേശു നമ്മളെ അനുഗ്രഹിക്കും. 2 കരങ്ങളും ഉയർത്തി പിടിക്കാം. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. നീ ദൈവനാമത്തിൽ നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം പാടാം. സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കരങ്ങളടിച്ച് എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാലെന്നും നിറഞ്ഞിടട്ടെ. കരമടിച്ച് എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാലെന്നും നിറഞ്ഞിടട്ടെ. സ്തുതിച്ചു പാടാം. സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. കരങ്ങൾ താഴ്ത്തി ഇടത്തോട്ട് വളരെ നന്നായി കരങ്ങളടിച്ച് എല്ലാവരും പാടി ആരാധിച്ച് പ്രാർത്ഥിക്കണം. സ്തുതിച്ച് പാടുമ്പോൾ ദൈവകൃപ, അഭിഷേകം, പരിശുദ്ധാത്മ സാന്നിധ്യം എല്ലാം നിറയും. ഓരോ കുടുംബങ്ങളിലെയും കണ്ണുനീരപ്പാൻ ഈശോയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മ അഭിഷേകം വ്യാപരിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധി നീ നിലവിളിക്ക് നിന്റെ കരുണയോടെ ദൈവം വാരിപ്പുണരും. പാടാം. ദൈവസന്നിധി നീ നിലവിളിക്ക് നിന്നെ കരുണയോടെ ദൈവം വാരിപ്പുണരും. ചേർന്ന് പാടുന്നു. എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാലെന്നും നിറഞ്ഞിടട്ടെ. എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാലെന്നും നിറഞ്ഞിടട്ടെ. സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായ അഭിഷേകം നിറയണം. ഇപ്പോൾ രോഗികളുടെ മേൽ കർത്താവിന്റെ ശക്തി വ്യാപരിക്കണം. ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളിലേക്കും ദൈവ കൃപയൊഴുകട്ടെ. ഓരോ യുവാക്കന്മാരിലും കർത്താവിന് കൃപയൊഴുകട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കട്ടെ. കരമടിച്ചു പാട് നീ കരമടിച്ച് നിന്റെ കുടുംബത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. കരമടിച്ച് പാട് നീ ദൈവനാമത്തിൽ നിന്റെ കുടുംബത്തിൽ നീ ഇന്ന് അത്ഭുതം. യേശുവേ എന്ന ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാലെന്നും നിറഞ്ഞിടട്ടെ. പ്രാർത്ഥിക്കുന്നു. എന്ന ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാലെന്നും കരമുയർത്തിയടിച്ച് സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും.
ചേർന്ന് സ്തുതിച്ചു പാടും നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. കരം ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. സ്വരമീയത്തി എല്ലാവരും ശ്രദ്ധിക്കട്ടെ. എല്ലാ കണ്ണുനീരും കർത്താവ് ഒപ്പിയെടുക്കട്ടെ. എല്ലാ വേദനകളും കർത്താവ് ഏറ്റെടുക്കട്ടെ. എല്ലാ തകർച്ചകളും കർത്താവ് ആശ്വാസമായി കടന്നു വരട്ടെ. എല്ലാവരുടെ മേൽ കർത്താവ് തന്റെ ആത്മാവിനെ അയക്കട്ടെ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയെ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് കർത്താവേ, അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. വചനം കേൾക്കാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ഓരോ നിമിഷവും ജീവിക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ. എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മനെ അയക്കണമേ. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ശാന്തമായി എവിടെയെങ്കിലും നമുക്ക് കസാരയിലേക്ക് ഇരിക്കാം. നിങ്ങൾക്ക് നല്ല ഇരുന്ന് വചനം കേൾക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഇരുന്ന് വചനം കേൾക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇപ്രകാരമാണ്: ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചു. ഇത് നമ്മളുടെ ഒരു ചോദ്യമാണ്. കർത്താവേ, നീ എന്നെ ഉപേക്ഷിച്ചോ? നീ എന്നെ മറന്നോ? നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില വേദനകൾ, സങ്കടങ്ങൾ, സഹനങ്ങൾ, ആകുലതകളൊക്കെ പലപ്പോഴും ഈ ചോദ്യം ചോദിക്കാൻ നമുക്ക് കാരണമാകും. ജെറമ്യ പ്രവചനത്തിൽ 15-ാം അധ്യായം 18-ാമത്തെ തിരുലിഖിതം, എന്താണ് എൻ്റെ വേദന മാറാത്തത്? എൻ്റെ മുറിവ് ഉണങ്ങാൻ കൂട്ടാക്കാതെ വിങ്ങുന്നത് എന്തുകൊണ്ട്? ഇടയ്ക്കിടെ വെള്ളം വറ്റിപ്പോകുന്ന അരുവി പോലെ അവിടുന്ന് എന്നെ വഞ്ചിക്കുമോ? ഈ വചനം നമ്മൾ പലപ്പോഴും ചോദിക്കും, എൻ്റെ വേദന, എൻ്റെ സങ്കടം എന്തുകൊണ്ട് മാറുന്നില്ല? വെള്ളം വറ്റിപ്പോയ അരുവി പോലെ ഞാൻ വരണ്ടുണങ്ങി നശിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ചോദ്യമാണിത്. സംഗീത പുസ്തകത്തിൽ 74-ാം അധ്യായം 11-ാമത്തെ ലിഖിതം, അങ്ങയുടെ കരം എന്തുകൊണ്ട് അങ്ങ് പിൻവലിക്കുന്നു? അങ്ങയുടെ വലത് കൈ എന്തുകൊണ്ട് അടക്കി വച്ചിരിക്കുന്നു? നമുക്ക് കൈപ്പേറിയ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള തിക്തമായ വേദനകൾ നമ്മൾ അനുഭവിക്കുമ്പോൾ, നമ്മുടെ മനസ്സിനെ മടുപ്പിക്കുന്ന ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഉത്തരവില്ലാത്ത ചില കാര്യങ്ങൾ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കും. കടബാധ്യത, ഞെരുക്കങ്ങൾ, സങ്കടങ്ങൾ, കുടുംബത്തകർച്ച, മക്കളുടെ ജീവിതത്തിൽ ഒരു പുരോഗതിയില്ല, ജീവിതത്തിലുടനീളം കണ്ണുനീരും വേദനയും മാത്രം. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് കരയും, ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചു. എന്തിനാ കർത്താവ് ഇങ്ങനെ? ഈ ജീവിതത്തിൽ സഹനം മാത്രമല്ല എനിക്ക്. ചിലപ്പം പലരും നമ്മളെ കുറ്റപ്പെടുത്തും. നീ പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ പോകുന്നു, വചനം കേൾക്കുന്നു, അഭിഷേകാഗ്നി കൂടുന്നു, നിന്റെ ജീവിതത്തിൽ ഈ സഹനം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് കർത്താവ് എനിക്കിങ്ങനെ? സംഗീത പുസ്തകത്തിൽ 22-ാം അധ്യായം 1-ാമത്തെ ലിഖിതം, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്ന് നിൽക്കുന്നത് എന്തുകൊണ്ട്? ഇത് നമ്മുടെ ചോദ്യമാണ്. ഈ ചോദ്യം ഇനി ചോദിക്കാൻ പോവാണ്. കുട്ടികൾ പരീക്ഷ റിസൾട്ട് അത് പരാജയപ്പെടുമ്പോൾ, എനിക്ക് എന്തുകൊണ്ട് നല്ല റിസൾട്ട് തന്നില്ല? എനിക്ക് എന്തുകൊണ്ട് വിദേശത്തേക്ക് പോകാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് എനിക്ക് ജോലി നൽകുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ വിവാഹ ജീവിതം പരാജയപ്പെട്ടു? അപ്പോൾ നമ്മൾ മനസ്സ് മടുത്ത് പറയും, ഞാൻ ഇനി മുമ്പോട്ട് ജീവിതം തന്നെ ആഗ്രഹിക്കുന്നില്ല, മരിച്ചാൽ മതിയായിരുന്നു, എൻ്റെ ജന്മം തന്നെ പരാജയം എന്ന് പറയുന്ന ചില നിമിഷങ്ങൾ നമ്മൾക്കുണ്ടാകും.
ജോബിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 11-ാമത്തെ ലിഖിതം, ജനിച്ച ഉടനെ ഞാൻ മരിക്കാത്തതെന്ത്? അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്ത് വന്ന ഉടനെ എന്തുകൊണ്ട് എൻ്റെ ജീവിതം അവസാനിച്ചില്ല? ജോബ് എന്തുകൊണ്ടാണ് ചോദിച്ചത്? ജനിച്ച ഉടനെ ഞാൻ മരിക്കാത്തതെന്ത്? അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്ത് വന്ന ഉടനെ എന്തുകൊണ്ട് എൻ്റെ ജീവിതം അവസാനിപ്പിച്ചില്ല? എന്തുകൊണ്ടാണ് ജോബ് ചോദിച്ചത്? ജോബിൻ്റെ ജീവിതത്തിൽ എല്ലാം തകർന്ന് തരിപ്പണമായൊരു ദിവസമുണ്ടായിരുന്നു. മക്കളും തൻ്റെ ജീവിതത്തിൽ അധ്വാനിച്ച് സമ്പാദിച്ച് നേടിയെടുത്തതെല്ലാം ഒരു ദിവസം, ഒരു നിമിഷം കൊണ്ട് നശിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജോബ് കരയുക, അത് മാത്രമല്ല, പിന്നീട് തൻ്റെ ശരീരം മുഴുവൻ വ്രണം നിറഞ്ഞ് അഴുകി ദുർഗന്ധം വമിക്കുന്ന ശരീരമായി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ജീവിതം നൽകി? എന്തുകൊണ്ട് എനിക്ക് മക്കളെ നൽകി? എന്തുകൊണ്ട് എനിക്ക് ജീവിത പങ്കാളി നൽകി? എന്തിനെനിക്ക് സമ്പത്ത് നൽകി എന്ന് ജോബ് കരഞ്ഞുകൊണ്ട് ചോദിക്കുക. ഇതുപോലെ ചില സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങളുണ്ടാവും, വേദനയുണ്ടാവും, സഹനങ്ങളുണ്ടാകും. നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ചില അവസ്ഥകൾ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ പിതാവായ ദൈവം ഈ സഹനങ്ങൾ ഏറ്റെടുക്കണം, വേദന ഏറ്റെടുക്കണം, കുരിശിൽ തറയ്ക്കപ്പെടണം എന്ന് നിർദ്ദേശിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ച കർത്താവ് ഇതെല്ലാം അറിയാമായിരുന്നിട്ടും അവസാനം കുരിശിൽ കിടന്ന് പിടയുമ്പോൾ ആ കർത്താവിന് ഒന്ന് പതറും. കർത്താവ് പറയുകയാണ്, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? മത്തായിയുടെ സുവിശേഷത്തിൽ 27-ാം അധ്യായത്തിൽ 46-ാമത്തെ ലിഖിതം, ഏകദേശം 9 മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, ഏലി ഏലി ലാമാ സബക്താനി. അതായത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? കർത്താവ് തൻ്റെ ജീവിതത്തിൽ ചോദിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സഹനം വരുമ്പോൾ, വേദന വരുമ്പോൾ, രോഗം വരുമ്പോൾ, കടബാധ്യത വരുമ്പോൾ, ഞെരുക്കങ്ങൾ വരുമ്പോൾ ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചോ എന്നൊരു തോന്നൽ നമുക്ക് തോന്നും. ആ ഒരു തോന്നൽ വരുമ്പോൾ പലരും ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ മുതിരും. ആത്മഹത്യകൾ, അതുപോലെ ജീവിതം തകർന്ന് പ്രത്യേകിച്ച് സമനില വരെ തെറ്റിപ്പോകും ചില ദൈവമക്കളുടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹനങ്ങളെ കർത്താവായ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് തറയ്ക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സഹനങ്ങൾ ഭാരമുള്ളതായിരിക്കാം. ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് ഒട്ടും താങ്ങാൻ പറ്റാത്ത വിധത്തിൽ വേദനയുണ്ടാകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ കുരിശിന് ഒരു മറുപുറമുണ്ട്. ഒരു പുറത്താണ് കർത്താവിൻ്റെ കുരിശിൻ്റെ ഒരു സൈഡിലാണ് കർത്താവിനെ തറച്ചത്, അതിന് മറുപുറമുണ്ട്. ആ മറുപുറത്ത് നമ്മളെയും ചേർത്ത് തറയ്ക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പറയുമ്പോൾ ഞാനൊരു വിശുദ്ധൻ്റെ കാര്യം ഓർക്കുകയാണ്. മതമർദ്ദന കാലത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് വിശുദ്ധനായ ക്ലോവിസ്. അദ്ദേഹം അനേക ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ തങ്ങളുടെ ജീവിതത്തിൽ നാഥനും രക്ഷകനുമായി സ്വീകരിച്ച ശേഷം അവരെ മതമർദ്ദന കാലത്ത് പിടിച്ചുകൊണ്ടുവന്ന് അവരെ കഠിനമായി പീഡിപ്പിക്കുമ്പോൾ, കുരിശ് തറയ്ക്കുമ്പോൾ, തിളച്ച എണ്ണയിൽ മുക്കിയെടുക്കുമ്പോൾ ആ ക്രിസ്ത്യാനിൽ വിശ്വാസം കണ്ട് ഈ മനുഷ്യൻ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്, എനിക്കും ഒരു ക്രിസ്ത്യാനിയാകണം. അങ്ങനെ ക്രിസ്ത്യാനിയാകാനുള്ള ആഗ്രഹത്തോടു കൂടെ അദ്ദേഹം തൻ്റെ ആ രൂപതയിലുണ്ടായിരുന്ന, അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന രൂപതയിലെ അഭിമന്യ പിതാവിനെ പോയി കാണും. പിതാവിനോട് ക്ലോവിസ് പറയുകയാണ്, എനിക്ക് ഒരു ക്രിസ്ത്യാനിയാകണം. പിതാവ് എന്ത് ചെയ്തു? ക്ലോവിസിൻ്റെ കയ്യിലേക്ക് വിശുദ്ധ ഗ്രന്ഥം എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഈ വിശുദ്ധ ഗ്രന്ഥം വായിച്ച ശേഷം 1 മാസം കഴിഞ്ഞ് എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരിക. അങ്ങനെ വിശുദ്ധ ഗ്രന്ഥം വായിച്ച് തിരിച്ചു വന്ന ക്ലോവിസിനോട് പിതാവ് ചോദിക്കും, അല്ലയോ ക്ലോവിസേ, നീ കർത്താവായ യേശു ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കപ്പെടുന്ന സമയത്ത് കാൽവരി മലയുടെ നെറുകയിൽ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ നിന്റെ പ്രതികരണം എപ്രകാരമായിരിക്കും? ക്ലോവിസ് പറഞ്ഞു, ഞാൻ എൻ്റെ കർത്താവായ ഈശോയെ എൻ്റെ സകല കഴിവും ശക്തി ഉപയോഗിച്ച് രക്ഷിക്കും.
യഹൂദരെല്ലാം ഞാൻ അടിച്ച് തകർക്കും, എന്നിട്ട് എൻ്റെ കർത്താവിനെ ഞാൻ രക്ഷിച്ചു കൊണ്ടുവരുമായിരുന്നു. പിതാവ് ചെറിയ പുഞ്ചിരിയോടുകൂടെ ക്ലോവിസിനെ നോക്കിയിട്ട് പറയും, മകനെ ക്ലോവിസെ, നീ ഞാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ എനിക്ക് നീ ശരിയായ ഉത്തരം നൽകിയില്ല. നീ വീണ്ടും ബൈബിളുമായി പോയി പഠിച്ച് 1 മാസം കഴിഞ്ഞ് വീണ്ടും എന്നെ കാണാൻ വരിക. 1 മാസം ബൈബിൾ പഠിച്ച് ക്ലോവിസ് വീണ്ടും തിരിച്ചെത്തി. പിതാവ് അതേ ചോദ്യം തന്നെ ആവർത്തിച്ചു. കാൽവരി മലയുടെ നെറുകയിൽ ഈശോയെ കുരിശിൽ തറയ്ക്കപ്പെടുന്ന സമയത്ത് നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ പ്രതികരണം എപ്രകാരമായിരിക്കും? ക്ലോവിസ് ഈ തവണ പറഞ്ഞ ഉത്തരം മറ്റൊരു രീതിയിലാണ്. അദ്ദേഹം പറഞ്ഞു, ആ സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ യഹൂദരോട് വഴക്കിടാൻ പോകില്ല, അവരോട് തർക്കിക്കില്ല, അവരെ പരാജയപ്പെടുത്തില്ല, അവരെ ഞാൻ ആക്രമിക്കുകയും ഒന്നും ചെയ്യില്ല. മറിച്ച് അനുനയിപ്പിച്ച് വളരെ സൂത്രത്തിൽ ഈശോയെ ഞാൻ അവരെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരുമായിരുന്നു. പിതാവ് പറഞ്ഞു, ക്ലോവിസെ, നീ എനിക്ക് ശരിയായ ഉത്തരം നൽകിയില്ല. വീണ്ടും ഈ ബൈബിൾ പഠിച്ച് 1 മാസം കഴിഞ്ഞ് തിരിച്ചു വരിക. ക്ലോവിസ് വീണ്ടും പോയി ബൈബിൾ വായിച്ചു, പഠിച്ചു, തിരിച്ചു വന്നു. പിതാവ് ക്ലോവിസിനെ നോക്കി വീണ്ടും ചെറിയ പുഞ്ചിരിയോടുകൂടെ ചോദിച്ചു, മകനെ ക്ലോവിസെ, നീ കാൽവരി മലയുടെ നെറുകയിൽ ഈശോയെ കുരിശിൽ തറയ്ക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ പ്രതികരണം, നിന്റെ ആ സമയത്ത് നിന്റെ പ്രവൃത്തി എപ്രകാരമായിരിക്കും? ക്ലോവിസ് വളരെ ശാന്തനായി പിതാവിന് മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അല്ലയോ പിതാവേ, കർത്താവായ ഈശോ മിശിഹായെ കുരിശിൽ തറയ്ക്കപ്പെടുന്ന സമയത്ത് ഞാൻ കാൽവരി മലയുടെ നെറുകയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ യഹൂദരോട് പറയുമായിരുന്നു, എൻ്റെ ദൈവത്തിൻ്റെ കുരിശിൻ്റെ മറുപുറം ഫ്രീ ആണ്, അവിടെ ആരുമില്ല. അവൻ്റെ സഹനത്തോട്, അവൻ്റെ വേദനയോട് എന്നെയും നീ ചേർത്ത് തറയ്ക്കുക, എന്നെയും നിങ്ങൾ ചേർത്ത് തറയ്ക്കുക. അങ്ങനെ ആ വേദനയിൽ, ആ സങ്കടത്തിൽ ഞാനും പങ്കുകാരനാകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, പിതാവ് കസാരയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ക്ലോവിസിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ക്ലോവിസെ, നീ എനിക്ക് ശരിയായ ഉത്തരം നൽകി. ഇതാണ് ക്രിസ്തു നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നാം ഓരോരുത്തരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ, വേദനകൾ, ഞെരുക്കങ്ങൾ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നാം പറയണം, കർത്താവേ, എന്നെയും ആ കുരിശിനോട് ചേർത്ത് തറയ്ക്കണം. അങ്ങനെ സഹനത്തിൽ ഞാൻ പങ്കുചേരട്ടെ. പലപ്പോഴും ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെടുന്ന സമയമുണ്ടാകും. ഈ ജീവിതത്തിൽ പ്രത്യേകിച്ച് കുടുംബജീവിതക്കാർ, സമർപ്പിതർ, വൈദികർ, സന്യാസിനിമാർ, ഇവരെല്ലാം പ്രാർത്ഥിക്കേണ്ടത് പ്രകാരമാണ്. എല്ലാവരുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടാവും, കഷ്ടപ്പാടുണ്ടാകും. അപ്പോൾ ദൈവത്തോട് പരാതി പറയാതെ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു, എന്തുകൊണ്ട് എനിക്കിങ്ങനെ ജീവിതം നൽകി എന്നല്ല ചോദിക്കേണ്ടത്. ഇത് കർത്താവിനെ സ്നേഹിക്കാൻ അവിടെ നൽകുന്ന സമയമാണ്. ആ കുരിശിനോട് ചേർത്ത് നാം തറയ്ക്കപ്പെടണം. അതുകൊണ്ടാണ് കർത്താവിനെ പിൻചെന്ന് വന്ന അപ്പോസ്തലന്മാർ കർത്താവിന് സഹനത്തിൽ തങ്ങളെ തന്നെ ചേർത്ത് വെച്ചത്, കർത്താവിന് വേദനയിൽ തങ്ങളെ തന്നെ ചേർത്ത് വെച്ചത്. രക്തസാക്ഷിത്വം വഹിക്കാൻ തിളച്ച എണ്ണയിൽ മുക്കിയെടുക്കാനായി ആ എണ്ണയുടെ മുമ്പിൽ നിർത്തപ്പെടുമ്പോൾ അവരുടെ മുമ്പിൽ പുഞ്ചിരിയ, കടിച്ചു കീറാൻ, നമ്മുടെ ശരീരം കടിച്ചു കീറി രക്തം കുടിക്കാൻ വെമ്പി നിൽക്കുന്ന സിംഹത്തിന് മുമ്പിൽ, വന്യമൃഗങ്ങളുടെ മുമ്പിൽ പുഞ്ചിരിയോടെ നിൽക്കാൻ സാധിച്ചത് കർത്താവിന് സഹനത്തിൽ, കർത്താവിൻ്റെ വേദനയിൽ തങ്ങളെ തന്നെ ചേർത്ത് വെക്കാൻ അവർക്ക് ധൈര്യം കിട്ടിയത് ഈശോയുടെ ആ സഹനത്തെ ആശ്ലേഷിച്ചത് കൊണ്ട്, ഈശോയുടെ കുരിശുമരണത്തെ ആശ്ലേഷിച്ചുകൊണ്ടാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 11-ാമത്തെ ലിഖിതം, ഞാൻ സഹിച്ച പീഡനങ്ങളും കഷ്ടപ്പാടുകളും അന്ത്യോക്യയിലും ഇക്കോണിയത്തിലും ലിത്രായിലും എനിക്ക് സഹിക്കേണ്ടി വന്ന മർദ്ദനങ്ങളും നീ മനസ്സിലാക്കിയിട്ടുണ്ട്. അവയിൽ നിന്നെല്ലാം കർത്താവ് എന്നെ രക്ഷിച്ചു. കർത്താവ് എന്നെ രക്ഷിക്കും. ഈ ലോകത്തിൽ ഞാൻ അനുഭവിക്കുന്ന വേദനകൾ, സങ്കടങ്ങൾ, കഷ്ടപ്പാടുകൾ, അതിൽ നിന്നെല്ലാം എൻ്റെ കർത്താവ് രക്ഷിക്കും. ഞാൻ എന്നെ കർത്താവിനോട് ചേർത്ത് തറയ്ക്കും. വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോഥെയോസിന് 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 12-ാമത്തെ ലിഖിതം, ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, വേദന, സങ്കടം, ദുഃഖം, ഒറ്റപ്പെടൽ, നിരാശ, ഇതെല്ലാം ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും.
അപ്പോൾ ഇത് നൽകിയ ദൈവത്തെ പഴിക്കാതെ ആ ദൈവം കടന്നുപോയ വഴിയിലൂടെ നീ നടക്കണം കുരിശുമെടുത്ത്. ഇത് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നില്ലെങ്കിൽ നിങ്ങളിൽ പരിശുദ്ധാത്മാവില്ല, ദൈവ സാന്നിധ്യമില്ല. എങ്ങനെ ചിന്തിക്കുന്നത് ആരാ? വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 13-ാമത്തെ ലിഖിതം, അതേസമയം ദുഷ്ടരും കപടനാട്ടിക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപതിക്കും. കാരണം അവർക്ക് സഹനം സ്വീകരിക്കാൻ, വേദന സ്വീകരിക്കാൻ, കുരിശിൻ്റെ വഴിയെ നടക്കാൻ കഴിയില്ല. ഇതല്ല കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മറിച്ച് കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് തറയ്ക്കപ്പെടുന്നവരാകണം ക്രിസ്ത്യാനികൾ. ഇതാ കർത്താവിൻ്റെ കുരിശിന് മറുപുറം ഇപ്പോഴും ഫ്രീയാ. നിങ്ങളുടെ ജീവിതം ആ കുരിശിനോട് ചേർത്ത് തറയ്ക്കാം. എല്ലാ സകലങ്ങളും ദുരിതങ്ങളും നമുക്ക് സ്വീകരിക്കാം. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കും. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളിലും, സഹനത്തിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കളിലും കർത്താവ് തൻ്റെ ആ കുരിശിലെ സ്നേഹം ചൊരിയട്ടെ. കുരിശിൽ അവിടുന്ന് ചിന്തിയ രക്തം നിങ്ങളുടെ കുടുംബത്തിൽ നിറയട്ടെ. സമാധാനം അങ്ങനെ കുടുംബത്തിൽ സ്ഥാപിക്കട്ടെ. നമുക്ക് തുറന്ന് പ്രാർത്ഥിക്കാം. ചെറിയൊരു ആരാധനയാണ്. ഈ ആരാധന സമയത്ത് നമുക്ക് കർത്താവിനെ പ്രാർത്ഥിക്കാം. ഈശോ ഈ സമയം നിങ്ങളുടെ സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും എല്ലാം ഏറ്റെടുക്കും. ഈശോ അനുഗ്രഹിക്കും. ആമേൻ. ഈശോയെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരു സഹനങ്ങളും വേദനകളും ദുഃഖങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ പരാതി പറയും ഈശോയോട്, എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു. പരാതിയല്ല മക്കളെ പറയേണ്ടത്, മറിച്ച് എൻ്റെ സങ്കടത്തോടും വേദനയോടും സഹനത്തോടും ഞാൻ ചേർന്ന് നിൽക്കുമ്പോൾ അത് എനിക്ക് കർത്താവിൻ്റെ കുരിശിനോട് ചേരാനുള്ള ഒരവസരമാണ്. ആ കുരിശിൻ്റെ മറുപുറത്ത് എന്നെ തറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ച് വിജയം ഭരിക്കുവാൻ ഈശോ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. 2 കരങ്ങളും ഉയർത്തി പിടിക്കാം. 2 കരങ്ങളും ഉയർത്തി, കർത്താവേ, എൻ്റെ വേദന എന്താണ് മാറാത്തത്? പലപ്പോഴും ഞാൻ ഈ സങ്കടം താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഇതാ ഞാൻ അവിടുത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെ സഹായിക്കണമേ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഉച്ചത്തിൽ വിളിച്ച് ഈശോയോട് പ്രാർത്ഥിക്കുന്നു. നീ വഹിച്ച കുരിശോട് ചേർത്തു വച്ച് കണ്ണുനീരോടെ നെയ്യും തറച്ചിടുന്നു പ്രാർത്ഥിക്കുന്നു. നീ വഹിച്ച കുരിശോട് യേശുവേ ചേർത്തു വച്ച് എന്നെയും തറച്ചിടുന്നു പ്രാർത്ഥിക്കുന്നു. മുറിവേറ്റു പിടയും